ദൈവം തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബറേക്ക ഗോസ്ബൽ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ നടന്ന സുവിശേഷത്തിൻ്റെ വിളംബര യാത്രയിൽ ഒരു പങ്കാളിയാകുവാൻ ദൈവം ഞങ്ങളെയും സഹായിച്ചു. ഏകദേശം 20ഓളം ജംഗ്ഷനുകളിൽ ഈ 2 ദിവസങ്ങളിലായി ക്രിസ്തുയേശുവിലൂടെ ലഭ്യമാകുന്ന വിമോചനത്തിൻ്റെ സന്ദേശമറിയിക്കുവാൻ ദൈവം സഹായിച്ചു. നിശ്ചയമായിട്ടും ഇതിൻ്റെ പിന്നിൽ അത്യധ്വാനം ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അനേകം നല്ല സന്ദേശങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും ഒരു സന്ദേശത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രോഗ്രാമുകളിൽ പല ജംഗ്ഷനുകളിലായി അനേകം പ്രോഗ്രാമുകൾ നടത്തുവാൻ, ദൈവവചന ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവം ഞങ്ങളെയും സഹായിച്ചു. അതിൽ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നാടകം ആരംഭിക്കുന്നു. കറുത്ത പൂക്കൾ. മോളെ, നീ അവിടെ എന്നാ ചെയ്യുക? ദേ, ഇന്നും അച്ഛൻ താമസിച്ചാ വരുമെന്ന് തോന്നുന്നേ. കണ്ടില്ലേ, ഇപ്പൊ പാതിരാത്രി കഴിഞ്ഞു. ഓ, എല്ലാം നമ്മുടെ വിധി. അച്ഛൻ്റെ ഈ മുടിഞ്ഞ ചാരായം കൂടി കാരണം ഈ കുടുംബം തൊലഞ്ഞു. അത് സത്യമാ. പ്രായപൂർത്തിയായ ഒരു മോളുണ്ടെന്ന ഓർമ്മ പോലും ഇല്ല അദ്ദേഹത്തിന്. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ നാണാവുക. ആളുകൾ കാണുമ്പോൾ മുക്കുടിയന്റെ മോള് പോന്നെന്നാ പറയുന്നത്. അത് പിന്നെ നാട്ടുകാരങ്ങനെയല്ലേ പറയൂ. കുടിച്ചിട്ട് റോഡിലല്ലേ കിടന്നുറങ്ങുന്നത്. അനുഭവിക്കല്ലാതെ എന്ത് ചെയ്യാനാമേ. നല്ലൊരു മനുഷ്യനായിരുന്നു മോളെ നിന്റെ അച്ഛൻ. പക്ഷേ ആ തടിയറപ്പുകാരൻ കുഞ്ഞാണ്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട ഇത്ര കുടിയനായിട്ട് മാറിയത്. എന്നും രാവിലെ അമ്മയുടെ തലേ തൊട്ടിനി കുടിക്കില്ല എന്ന് സത്യം ചെയ്തിട്ടാ ഇറങ്ങി പോകുന്നേ. തിരിച്ചു വരുന്നതോ കുടിച്ച് ഒരു വെളിവുമില്ലാതെ, അതും പാതിരാത്രിയിൽ. അതൊക്കെ സഹിക്കാം. എന്നിട്ടുള്ള ഇടിയോ, അതും പോട്ടെ. എന്നിട്ട് കുടിച്ച് കൂത്താടി ഇവിടെ വന്നിട്ട് വീണ്ടും കൂട്ടുകാരുമായി ഇവിടെ ഇരുന്നും കൂടി. നാട്ടുകാരിപ്പോ അമ്മയും മോളെയും കുറിച്ച് അത് വിധം പറയാൻ തുടങ്ങിയിരിക്കുക. എന്റെ ദൈവമേ, എന്നാ ഈ വീടിനൊരു സ്വസ്ഥതയുണ്ടാവുക? ദേ, അമ്മ കുടുംബശ്രീന്ന് ലോൺ എടുത്ത പൈസ കൊടുത്തില്ലേ, അത് മുഴുവൻ കുടിച്ചു തീർത്തു. പണയം എടുപ്പിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മണി ചേച്ചിയുടെ ചിട്ടി പൈസയും പിടിച്ച് ഞാൻ കൊടുത്തു. അതും കുടിച്ചു തീർത്തു. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ അമ്മേ, പണം തീരുന്നത് പോട്ടെ, ഇവിടെ ഒരു സമാധാനം ഉണ്ടായാൽ മതിയായിരുന്നു. എന്നും വഴക്കും ബഹളോ. എന്ത് ചെയ്യാനാ? ഏ, വരുന്നുണ്ട് കേട്ടോ. എടോ, ഓട്ടോറിക്ഷക്കാരൻ്റെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. താൻ പോടോ, എന്നെ കുഴതൊഴിക്കാൻ വന്നിരിക്കുന്നു. എന്റെ പൊന്നു സാറേ, സാറിന്റെ ഭാര്യ മക്കൾ വന്നു അവിടെ ഇരിക്കണം. എന്റെ പൈസ ഞാൻ തരാം, ഞാനങ്ങ് പോയിക്കോളാം. താൻ അത് പറ, തന്റെ പൈസ വെളിവില്ലാതെ ഓട്ടോ ഇത് 10 രൂപ കുറവാണല്ലോ സാറേ. അതൊക്കെ ഉള്ളു. താൻ പോടോ. എന്റെ ദൈവമേ, ഇത് ഞാൻ ഇന്നെന്തേ കുടിച്ചു മറിഞ്ഞ് നാട്ടുകാരോട്ട് വഴക്ക് വിട്ട് വരുന്നുണ്ട്. എടി, ഞാൻ വഴക്കുണ്ടാക്കും, നീ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും പറയണ്ട. ഓ എടി, ഞാൻ തറവാടിത്തോളവനടി, തറവാടിത്തോളവൻ. അയ്യോ, നിങ്ങളുടെ തറവാടിത്തത്തിന്റെ കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട. അത് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ആഹാ, അപ്പൊ നീ എന്നെ വിചാരണ ചെയ്യാനും തുടങ്ങി അല്ലടി? നീ ആരടി? എടി, എനിക്ക് ഇപ്പൊ അറിയണം, നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? അമ്മേ, അച്ഛാ, സമയം പാതിരാത്രി കഴിഞ്ഞു. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ രണ്ടുപേരും അകത്തേക്ക് പോയി കിടന്നു ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? ആഹാ, നീ അത്രയ്ക്കായോടി? ഞാൻ ഒരു വലിയ കുടിയനാണെന്ന് ഈ നാട്ടുകാരോട് മുഴുവൻ അമ്മയും മോളും പറഞ്ഞു നടക്കുന്ന കഥ എനിക്കറിയാം. കേട്ടോടി? അയ്യോ, ഞാൻ പറയുന്നതിലാ ഇപ്പൊ കുഴപ്പമില്ലേ? നിങ്ങൾ കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം നിന്റെ നാക്കിന് ഇത്ര നീളമുണ്ടെന്ന്. അയ്യോ, എന്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ മോളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? നിങ്ങൾ കാരണമല്ലേ കഴിഞ്ഞ ദിവസം വന്ന വിവാഹാലോചന പോലും മുടങ്ങിയത്. ഓ, ഇപ്പൊ അതിന്റെ കുറ്റക്കാരൻ ഞാൻ അല്ലടി. എടി, എനിക്കറിയാമടി. നാട്ടുകാരെ
കുടിക്കും. അച്ഛൻ ഞാൻ കുടിച്ചിട്ട് ഇനിയും കുടിക്കും. നല്ലതല്ലേ? അച്ഛാ. എന്നെ നന്നാക്കാനൊന്നും അമ്മയൊന്നും എന്റെ അച്ഛൻ ഒന്ന് കേറി ദേ എന്നും അവിടെ ഭയങ്കര ബഹളമാ. അത് ശരിയാ, നാട്ടുകാർക്ക് ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനെ കുടിച്ചിട്ട് വന്ന ഭയങ്കര ബഹളം. നമുക്ക് ഇതിനകത്ത് ഇടപെടണം, നമുക്ക് പോലീസിനെ വിളിക്കാം. അത് തന്നെ. അതാണ് നല്ലത്. എന്താണ് അവിടെ പ്രശ്നം? എന്താ അവിടെ പ്രശ്നം? എന്താ എന്റെ സാറേ, ഏ? ഇത് ഞാൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ ഒരു സ്വസ്ഥതയില്ല. എന്ന് ബഹളവാ. ആഹാ, നീ ഒരു പ്രശ്നക്കാരനാണല്ലോ. നിന്നെ ഞാൻ അയ്യോ സാറേ, ആ. ഒന്നും ചെയ്യണ്ട സാറേ. ഒന്ന് പേടിപ്പിച്ചാ മതി. അത് ഞാനൊരു പാവോ സാറേ. സാറേ, എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. ഹ, കണ്ടോടോ നിന്നോടുള്ള ഇവരുടെ സ്നേഹം. ഇവരെന്നെങ്കിൽ നിന്നെ ഞാൻ പൊക്കി അടുത്തിട്ടുള്ളൂ. നിന്റെ ഇല്ല സാറേ, ഇനി ഞാൻ കുടിക്കത്തില്ല. ഒരു ബഹളവും ഉണ്ടാക്കുകയല്ല. എടോ, പൊതുനിരത്തിൽ കിടന്ന് മദ്യപിക്കുകയോ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയോ ചെയ്താലേ അഴിക്കകത്താവും, പറഞ്ഞേക്കാം. അത് മാത്രമല്ല, നല്ലൊരു തുക ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇല്ല സാറേ, ഞാൻ ഇനി കുടിച്ച് ഒരു ബഹളവും ഉണ്ടാക്കുകയല്ല. സമ്മതിച്ചല്ലോ? ആ, സമ്മതിച്ചു. സഹോദരി, ഇത് ഇയാൾക്ക് ആദ്യത്തെ വാണിങ്ങാ. ഇനി പ്രശ്നമുണ്ടാക്കിയ അപ്പ ഞങ്ങളെ വിളിച്ചേക്കണം. ആ ശരി ശരി. ഇല്ല സാറേ, സത്യമായിട്ടും ഞാൻ ബഹളവും വെക്കത്തില്ല, ഒരു കുഴപ്പവും ഉണ്ടാക്കത്തില്ല. എങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും കൊള്ളാം. ഇനി ആരെങ്കിലും താൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണെന്ന് സ്റ്റേഷനോട്ട് വിളിച്ച് പറഞ്ഞാണ്ടല്ലോ, താനെ ഞാൻ അന്ന് വന്ന് പൊക്കി ഞാൻ. ആ ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. അത് മാത്രമല്ല, തന്റെ ഭാര്യയെ അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താലുണ്ടല്ലോ. ആ ഇല്ല സാർ, ഇല്ല. നേരം പാതിരാത്രിയായി. പോയി കിടന്ന് ഇറങ്ങടാ, വേറെ വഴക്കുണ്ടാക്കാൻ നടക്കുന്നു. ദേ ഇന്ന കാപ്പി കുടിക്കേ. ശരീരത്തിനൊക്കെ നല്ല വേദന, കൈയും കാലും ഒന്നും ഒട്ട് വഴങ്ങുന്നില്ല. ആണോ? ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ഇന്ന് പണിക്ക് പോകണ്ട, ഇവിടെ ഇരിക്കേ. പണിക്ക് പോയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാടി? അത് സാരമില്ല. നിങ്ങൾ കുറച്ച് ദിവസം എങ്ങും പോകാതെ ഇവിടെ ഇരിക്കേ. പിന്നെ അഥവാ പോയാലും നിങ്ങൾക്ക് കുടിക്കാൻ തോന്നി എന്ത് ചെയ്യും? എനിക്ക് തൽക്കാലം തൊഴിലുറപ്പിൻ്റെ പണിയുണ്ട്. നിങ്ങൾ പണിക്ക് പോകാത്തത് കൊണ്ട് കുറച്ച് ദിവസം നമുക്ക് നോക്കാം. അതെ അച്ഛാ, ഇപ്പോഴാ ഈ വീട് ഒരു സമാധാനമുള്ളതായത്. ആ, ഇവിടുത്തെ കാര്യമൊക്കെ തൽക്കാലം ഞാൻ നടത്തിക്കൊള്ളാം. അതെ, ഞാനൊരു തയ്യക്കടയിൽ തയ്യൽ പഠിക്കാൻ പോവുക. അത് പഠിച്ചാ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് തയ്ക്കാലോ. ആ ദേ, ഞാൻ ഇറങ്ങുവാ. ചോറും കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കഴിച്ച് തൽക്കാലം നിങ്ങളിവിടെ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കേ. അതെ, എന്റെ പുന്നാര അച്ഛനായി ഇവിടെ ഇരുന്നാ മതി കേട്ടോ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. അപ്പതേ പറഞ്ഞ പോലെ. അച്ഛാ, കൂട്ടുകാരെ ഒന്നും ഇങ്ങോട്ട് വിളിക്കല്ലേ. അച്ഛൻ എങ്ങോട്ട് പോവുകയും വേണ്ട കേട്ടോ. ഇവിടെ തന്നെ ഇരുന്നാ മതി. എല്ലാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ. എന്നാ നിങ്ങൾ പോയി വാ. ആ നിന്നെ ഇപ്പൊ ഷാപ്പിലേക്കൊന്നും കാണുന്നില്ലോ. നീ ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, വെള്ളവടിയൊക്കെ ഞാൻ നിർത്തി. ഇപ്പം വളരെ സ്വസ്ഥതയുണ്ട്. ഓ, അപ്പൊ നീ കുടിയൊക്കെ നിർത്തി നല്ല പുള്ളിയാവാൻ പോവാൻ തോന്നുന്നോളെ. എന്റെ മോടെ, കല്യാണപ്രായം അടുത്തു വരിക. അച്ഛൻ കുടിയനാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ അത് മതി എല്ലാം മുടങ്ങാൻ. എടാ, അതൊക്കെ വെറും തോന്നലാ. ഇന്നത്തെ കാലത്ത് സ്വല്പം കുടിച്ചില്ലെങ്കിലേ ഒരാണത്തമാവില്ലടാ. എന്തായാലും ഇനിയും കുടി നിർത്താൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്റെ ദൈവമേ, കുടിച്ചിട്ട് എന്തെല്ലാം പേക്കോലങ്ങളാ കാണിച്ച്. ഓർക്കുമ്പോ അങ്ങ് നാണക്കേടാവൂ. നീ ഒരു ഗ്ലാസ് ഞെടുത്തി, ഞാനൊരു കുപ്പി കൊണ്ടുവന്നുണ്ട്. ഒരുമിച്ച് കൂടാവെന്ന് വെച്ചാ വന്നത്. നീ ഏതായാലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അങ്ങ് കുടിക്കളയാ. വേണ്ട 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 എന്റെ സുഹൃത്തെ, അതൊന്നും ഇവിടെ വെച്ച് നടക്കുകയല്ല. ഒരു നല്ല വെള്ളം വന്നിരിക്കും. നീ പോയി അകത്തേക്ക് പോയി ഒരു ഗ്ലാസും കുടിച്ച് വെള്ളം അത് നടക്കുകയല്ല. നീ എടുത്തോണ്ട് വാടേ. വെറുതെ നിർബന്ധിച്ച് നീ എടുത്തോണ്ട് വന്നേ. നീ അങ്ങ് വെച്ചടാന്ന് പൊട്ടിക്കാൻ പറ്റ പാട അങ്ങ് ഒഴിക്കട്ടെ. എനിക്കൊരു ശക്ക നീ ഒഴിക്കടാ. നിന്റെ ഒരു നല്ല വെള്ളം നടക്കും. അങ്ങ് വലിച്ചു നോക്കടാ, പുതിയ സാധനം. ഇനി ഒഴിക്കണം. വേണമെങ്കിൽ ശകലം കൂടി ഇത് പിടിപ്പിച്ചോടേ. എന്നാ ശകലം കൂടി പിടിപ്പിച്ചോ. കുഴപ്പമായിന്ന് തോന്നുന്നു.
ഞാൻ നിന്റെ പെമ്പറോത്തി വന്നു തുടങ്ങി, ഞാനങ്ങ് പോവാ. നീ അവിടെ നിന്ന് നിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആട്ടം പോലെ. കുഴപ്പമുണ്ടാക്കരുത്, നീ അവിടെ ഇരിക്കണേ. ഞാൻ പോയിട്ട് എന്തൊക്കെ വരാൻ ആ പെമ്പറോത്തി വന്നു സ്വസ്ഥത കിട്ടൂല. അമ്മേ, അച്ഛനെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പശ കൊണ്ടല്ലോ. നേരാണല്ലോ. എന്തോ നടന്നിട്ടുണ്ട് ഇന്നിവിടെ. അയ്യോ, ഈ മനുഷ്യൻ കുടിച്ചിട്ടിരിക്കാന്നാ തോന്നുന്നത്. അതെ, മദ്യത്തിന്റെ മണം വരുന്നുണ്ട്. ദേ, നിങ്ങൾക്കിത് എവിടുന്നാ മദ്യം കിട്ടിയത്? ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നത്? ഇനി എത്തിയോ അമ്മയും മോളും കൂടെ? എടീ, എവിടെ പോയതാടി നീ അണിഞ്ഞൊരുങ്ങി? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എടീ, ഇങ്ങോട്ട് വാടി കയറി. ദൈവമേ, നമ്മൾ രാവിലെ കണ്ടിട്ട് പോയ മനുഷ്യനെ അല്ല. ദേ, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ പറഞ്ഞതല്ലേ തൊഴിലുറപ്പിന് പോവാന്ന്. എന്തോ കാണിക്കുന്നേ? അച്ഛനെ ആരാ കുടിപ്പിച്ചതിപ്പോ? എടീ, എന്നെ കുളിപ്പിച്ചാവടി ഇപ്പൊ കുഴപ്പമായി പോയേ. അണിഞ്ഞൊരുങ്ങി നടക്കുവാ അവളൊക്കെ നേരം നടക്കുന്നു. ദൈവമേ, ഈ മനുഷ്യനെ ആരെങ്കിലും പഴയ കൂട്ടുകാർ വന്ന് കുടിപ്പിച്ചതായിരിക്കും. നമ്മൾ പോയപ്പോ അയാള് ഇവിടെ വന്ന് ഇറങ്ങുന്നത് കണ്ടെന്ന് ആ പലചരക്കുകാരൻ പറഞ്ഞില്ലായിരുന്നു. സത്യവാ. അപ്പൊ നിന്റെ പഴയ സ്വഭാവം നീ അങ്ങ് തുടങ്ങി അല്ലടി? എന്റെ ദൈവമേ, പറയുന്നത്. നടപ്പിക്കാൻ ഇന്നപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എടാ സണ്ണി, അയാളെ പോലീസുകാർ കൊണ്ടുപോയല്ലോ. ആ പാവം പെൺകുട്ടി തനിച്ചായല്ലോടാ. എന്ത് ചെയ്യാനാടാ, അയാളുടെ മദ്യപാനമാണ് കുടുംബം തകർത്ത്. കുടിക്കാതിരുന്ന നല്ല മനുഷ്യനാ. സണ്ണിയേ, അതേ നോക്കിയേ, അയാളെ ആണ്ടേ തെളിവെളിപ്പിന് ഒട്ടുന്നില്ല കേട്ടോ. അല്ല, നിപ്പ് കണ്ടില്ലേ? കണ്ടില്ലേ, തകർന്നത് നിന്റെ കുടുംബമാ. നിന്റെ മോളുടെ ഭാവിയാ തകർന്ന് തരിപ്പണമായത്. ഇനിയേ ഒരുപാട് വർഷം ജയിലിൽ കിടന്നോ. എനിക്ക് തെറ്റുപറ്റിപ്പോയി സാറേ. എനിക്കാരുമില്ല. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മദ്യപാനം കാരണം എന്റെ കുടുംബം, എന്റെ നാട്, എല്ലാം എല്ലാം നിന്റെ തെറ്റ്. ഇപ്പോ കരഞ്ഞിട്ടൊരു കാര്യമില്ല. തിരുത്താൻ നിനക്ക് കഴിയുമായിരുന്നു. നടക്കടാ പെട്ടെന്ന്. അവന്റെ ഒരു കുംഭസാരം. ഒരു മാത്രം മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ആത്മാർത്ഥമായി പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വശംവദരായി പിന്നെയും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്ന അനേകം പേരുണ്ട്. ഒരുപക്ഷെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചവരാകാം നിങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽപ്പെട്ട മദ്യവും മയക്കുമരുന്നും സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളാകാം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രകാരം ഒരു വാക്യമുണ്ട്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് ക്രിസ്തു. ഏത് തകർന്നവരെയും, ഏത് പാപിയെയും, ഏത് കൊടിയ മദ്യപാനിയുടെ ജീവിതത്തെയും സമൂലമായി മാറ്റേണ്ടതിന് യേശുവിന് കഴിയുമെന്നുള്ള സദ്വർത്തമാനം അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.